നിലനിൽക്കുവാൻ, ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ അബ്രഹാം ആയാലും നോഹയുടെ കുടുംബമായാലും മോശയായാലും ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചവർ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുമ്പോൾ സ്വയം ക്രിസ്ത്യാനികൾ, ക്രിസ്തു അനുയായികൾ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതോ അതോ തളർത്തുന്നതോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഉത്തരം പറയുവാൻ പറ്റും. വിശ്വാസം ഒരിക്കലും നമുക്ക് വളരുന്നില്ല. വിശ്വാസം ഒരിക്കലും നമുക്ക് വളരുന്നില്ല. ബാഹ്യമായ ആചാരങ്ങളിൽ കിടന്നൊരു കളി നമ്മൾ കളിക്കും. പക്ഷേ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് സുവിശേഷത്തിൽ മനോഹരമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ. കർത്താവിന് അതുപോലും നമ്മുടെ മധ്യേ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതാണ്. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമോ? ഉത്തരം പറയേണ്ടത് ഞാനും നിങ്ങളുമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം മുറുകെ പിടിക്കേണ്ടത് എവിടെയോ വെച്ച് നമ്മൾ തച്ചുറച്ച നമ്മുടെ വിശ്വാസങ്ങളെയാണ്. ആ വിശ്വാസം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന്, ഞാൻ വിശ്വാസം പറഞ്ഞു. രണ്ടാമത് എന്തെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ്. വാഴ്ത്തപ്പെട്ട കാർഡിനൽ ഫ്രാങ്കോ സാവിയോ എന്നൊരു മനുഷ്യൻ പ്രാർത്ഥനയെ കുറിച്ച്